എന്റെ സംശയം പഠിക്കുന്തോറും ഈ പുസ്തകങ്ങളുടെയൊക്കെ കനം കൂടുന്നില്ലേ എന്ന്. ഡാ, നിനക്കൊരു മടുപ്പില്ലേടാ? എടാ പെങ്കോന്താ. എന്തോ ഓ ദുരന്തം. നിനക്ക് വേറെ പണിയില്ലേ ക്രിസ്റ്റി? നല്ല പരീക്ഷ നല്ല ബോധം അവനുണ്ടാ. അപ്പോഴാണ് അവൻ്റെ അവൻ വേണമെങ്കിൽ പഠിക്കട്ടെ. പ്രഭു നീയും കൂടെ വാടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. നീ ഇല്ലാണ്ടൊരു കളറില്ലടാ. ഒന്ന് പോയടാ. പിന്നെ ഇതും പറഞ്ഞ പുറത്തിലാണ് പിടിച്ചിരുത്തിയേക്കണത്. അവിടെ പഠിത്തം വല്ലതും നടക്കണ്ടോ? എടാ നിന്റെ ഒരു കുറവുണ്ടടാ മരമാക്കറി, നീ ഇങ്ങോട്ട് വാ. ഓടെ പിന്നോടിയാ. എടാ നിനക്ക് നാണമില്ലേ? ബ്ലഡി ഫൂൾ. മെസ്സേജ് ഇവനെ വിശ്വസിച്ച് ഇമാതിരി മെസ്സേജ് ഉണ്ടാക്കി അയക്കാൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാരാണല്ലോ. ഓ സിദ്ധ, നീ എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. നാളെയാണ് പരീക്ഷ. അല്ലെങ്കിൽ പട്ടിത്തീട്ടങ്ങള് എന്തുവാടാ? എടാ സിലബസ് മാറിയടാ. അതിന് പിന്നെ ഇതൊക്കെ ഇവിടെ പിടിച്ച് നിരത്തിയിട്ട് അതൊക്കെ ഇവിടെ നിർത്തിയതല്ലേ ഉള്ളൂ. പഠിക്കാനും തുടങ്ങിയില്ലല്ലോ സാറ്. നീ അങ്ങനെ പറയല്ലേ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ആ മെസ്സേജ് ഇങ്ങോട്ടേക്ക്. ഞാനൊന്ന് അവനെ പോയാ. അബു എന്താടാ? എടാ സിലബസ് മാറിയടാ. മയിരി. നീ പഠിച്ചു തുടങ്ങിയായിരുന്നോ? പിന്നെ അവൻ 5 വട്ടം റിവിഷനും ചെയ്ത് കിടന്നു കാണും. നീ കളിക്കല്ലേ? എടാ തമാശയല്ലടാ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എടാ എന്നാ ഒന്ന് അയച്ചാടാ. എടാ അയച്ചു കൊടുക്കടാ. എടാ നീ പുറത്ത് വാടാ, അപ്പൊ തരാം. നീ അയക്കണ്ട, ഞാൻ തപ്പിയെടുത്തോളാം. എടാ അയച്ചു കൊടുക്കടാ. ശനിയ എവിടായിരുന്നു നീ? നിന്നെ പോലെയല്ലോ, എനിക്ക് കുറെ പണിയുള്ളതല്ലേ. എടാ ഊരുതണ്ടി മച്ചാ, ഇതെന്താ മാസ്ക് ഒക്കെ വെച്ചോണ്ട്? അവന്മാരുണ്ടാക്കി വിട്ടതല്ലേ, നമുക്ക് വേണേലും വരാം. ഊരാനും പറ്റുന്നു. വരുന്ന വഴിക്ക് ആ കൊറിയർ മച്ചാനെ കണ്ടപ്പോൾ ഞാനിതങ്ങ് ഒപ്പിട്ട് വാങ്ങിച്ചു. അതിന് നിനക്ക് ഇവിടെ അടുത്ത് പണി വല്ലതും ഉണ്ടായിരുന്നു? ആ അപ്പുറത്തൊരു മരുപ്പുണ്ടായിരുന്നടാ. ഞാനേ ഒരു കൊറിയർ അയച്ചിട്ടുണ്ടേ. അത് കിട്ടിയായിരുന്നോ? പുതിയ സ്റ്റഡി മെറ്റീരിയലാണേ. പുതിയ സിലബസ് അനുസരിച്ച് അത് നോക്കി പഠിച്ചാൽ മതി. പഠിക്കണേടാ. ശരി, ടാറ്റാ. നോക്കട്ടാ. ഇതുവരെ ഉണ്ടല്ലോ. ആരാടാ? മീരയാണ്. ആ അവള് തന്നെ. എടാ അവക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമാന്നാ എനിക്ക് തോന്നുന്നു. ഇവനോടോ? അവളുടെ ഗതികേട്. എടാ നല്ല കൊച്ച, അവളെ നീ ചുറ്റിക്കുവോ? അത് പിന്നെ ഉറപ്പല്ല. സിദ്ധാടാ, സിദ്ധ നിനക്ക് ഈ പരീക്ഷ ഒന്നും ബാധകമല്ലടാ. മച്ചാൻ നിപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായ. ഓ നെൽവാണം. അളിയ നമുക്കിവിടെ ഇത്തിരി വെച്ചേക്കണേ. ഉണ്ടോടാ? എനിക്കൊന്നും പറഞ്ഞ ഒരു സാധനം ആരെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിരുന്നു. ഓ അതെന്നേ വന്നതാ. ദേ ഇവനല്ലേ മേടിച്ചത്. ദേവാ എന്തടാ? എനിക്കൊന്നും പറഞ്ഞ ഒരു സാധനം വന്നില്ലേ, അതെവിടെന്ന്? ഇവിടെ ഇവന്റെ സാധനം എവിടെയാടാ വെച്ചത്? നീയല്ലേ ഒപ്പിട്ട് മേടിച്ചത്? അങ്ങനെയൊക്കെ പറഞ്ഞ തോണ്ടടാ, അവിടെ ഇരിപ്പുണ്ട്. എടാ എടാ എടാ, നിനക്കൊക്കെയാണ് ഇത് വന്നിരുന്നെങ്കിൽ ഈ മഴയും വെയിലും കൊള്ളാം ഇവിടെ കൊണ്ടുണ്ടാക്കി വെക്കുവോ? നോക്കട്ടെ ഞാൻ. അവിടെ കൊണ്ട് വെച്ചല്ലേ. എന്താടാ അതിനകത്ത്? എന്തൊരു കനമായിരുന്നു. ഒരു ദണ്ഡം. എന്ത്? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ നിന്റെ കയ്യിലുണ്ടായിരുന്ന പഴയനെന്ത് പറ്റിയടാ? ഭയങ്കര വർക്ക് ലോഡാ, ഇന്ന് ഇരിയാൻ സമയം. അഴിഞ്ഞാട്ടം തന്നെ. ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ട്
ഇത് കൊള്ളാം കേട്ടാ, ലുക്കുണ്ട്. ആ അപ്പൊ ഇത് വെച്ചാ ഇനി പൊളിക്കാൻ പോടെ അല്ലേ? പിന്നെ അല്ല. എന്തുവാടാ ഇതൊക്കെ? എടാ ഇത് ഡിമോളിഷൻ ഹാമർ, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ. ഇത് വെച്ച് നമ്മൾ തകർക്കും. മച്ചാ ഞാൻ ഇറങ്ങട്ടെ, പണി വരുന്നുണ്ട്. ശരി അളിയ. എടാ ക്രിസ്റ്റി, നിന്റെ റൂമിലെ ഫാനിന്റെ കപ്പാസിറ്റർ മാറ്റണ്ടടാ. ശരിയാണല്ലോ. എടാ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പറ. അളിയാ, എടാ അത് കഴിച്ചിട്ട് ആ പൈപ്പ് കൂടി നോക്കണേ അടുക്കളയില്ല, വെള്ളം മതി. ഓ ഇവനാള് കൊള്ളാലോ. അളിയ ഞങ്ങളതൊന്ന് നോക്കിയതാടാ, എന്തോ വലിയ പ്രശ്നമാണ്. നിന്നെ കൊണ്ടേ പറ്റൂ. ശരിയില്ലേ നീ? എല്ലാം കണക്കാ. സമാധാനം കിട്ടാൻ ഇങ്ങോട്ട് വരണം, ഇവിടെയും പണി. ഇത് കണ്ട, എന്തുവാടാ ഇതിന്? ഇവ അഡ്വഞ്ചർ ട്രക്കിന് പോയതാ, വെള്ളച്ചാട്ടത്തിൽ വിട്ട് കിടക്കുക. എവിടെ? ആതിരപ്പള്ളിയിൽ. അവൻ ഈ മഴക്കാലത്ത് വീട്ടിലെങ്ങാണ് വരുന്ന അമ്മ ഉണ്ടാക്കി തരുന്ന ചായയും വെള്ളം കുടിച്ചിരിക്കുന്നതിന് പകരം നടന്നേക്കുക, നെകളിപ്പ്. അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ ഈ അഹങ്കാരിച്ചറ്റകളെ കാണുമ്പോൾ തന്നെ എടുത്തിട്ട് അലക്കാൻ തോന്നും. എടാ എന്തൊക്കെയാടാ നീ പറയുന്നത്? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവനും നീ തമ്മിൽ എന്താടാ വ്യത്യാസം? ഇവ അഹങ്കാരം പറയുന്നു, അവൻ ചെയ്യുന്നു, അത് തന്നെ വ്യത്യാസം. എടാ പിന്നെ നീ എന്താ പറയുന്നത്? അവൻ രക്ഷപ്പെടണമെന്നാണോ? എടാ ക്രിസ്റ്റി, മഴക്കാലം ആയാലും എല്ലാവരും ഓടി ഒതുങ്ങും. പിന്നെ ഇത് മഴക്കാലമാണെന്നും കഴിഞ്ഞ പോലല്ലേ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇത് വല്ലതും അറിയാവുന്നവനായിരുന്നെങ്കിൽ, ഇച്ചിരി ബോധമുള്ളവനായിരുന്നെങ്കിൽ അവൻ ഈ സാഹസത്തിന് പോകുമായിരുന്നു. എടാ മഴക്കാലം അല്ലടാ, ചിലപ്പോൾ ഒരു മൂഡ് തോന്നിയപ്പോൾ റൈഡിന് പോയതായിരിക്കും. ഒലക്കയുടെ മൂഡ്. ഏതായാലും ഇപ്പോൾ അവൻ്റെ കഴപ്പ് തീർന്നല്ലോ. മച്ചാനെ ഇപ്പോഴേ ഐറ്റം സെറ്റാക്കല്ലേ. ഇല്ലടാ, എനിക്ക് വയ്യനി അവിടെ വരെ പോവാൻ. മഴവെള്ളം കയറിയിട്ടേ രക്ഷാപ്രവർത്തനം എത്താൻ ഇച്ചിരി ലേറ്റ് ആവും എന്നാ പറയണേ. ആണോ? എടാ നീ ആ ന്യൂസ് ഒന്ന് വെച്ച്, ചിലപ്പോൾ നാരദന്മാരവിടെ ന്യൂസ് പിടിക്കാൻ എത്തിക്കാണും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദം കാരണം അടുത്ത ഒരാഴ്ച കൂടി മഴ ശക്തമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൊച്ചിയിൽ നിന്നും എടാ നീ അവിടെ ഇരുന്ന് പഠിക്കുവാണോ അതോ ഇവിടെ ഉള്ള കേട്ടോണ്ടിരിക്കുവാണോ? മച്ചാനെ ഇവിടെ ഇത്രയും ചൂട് പിടിച്ച ചർച്ച നടക്കുമ്പോൾ അവനോട് ഇരുന്ന് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുമോ? ഞാനുണ്ട് 50 രൂപ, അവൻ രക്ഷപ്പെടില്ല. എടാ മണ്ടങ്കണാപ്പി, നിന്നെ പോലെ വലിയ എന്തൊക്കെയുണ്ടായല്ലടാ ഞാൻ. കാലമാടാ എന്തോടാ നീ പറയുന്ന? ഇവിടെ ഒരുത്തും ചാവൂല്ലെന്ന് പറഞ്ഞു നടക്കുമ്പോ അതിന്റെ പേര് പറഞ്ഞ് ബെറ്റ് വെക്കുവോ? മഹി ഒന്നാമതെ കട്ടക്കലിപ്പില്ല, അതിനിടയ്ക്ക് ഇമാതിരി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. എടാ സ്റ്റിൽ അവൻ രക്ഷപ്പെടണം. എടാ നിന്റെ മനസ്സിന്റെ നന്മ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ നീ ഒരു നല്ല കാരണം പറഞ്ഞ അവൻ രക്ഷപ്പെടണമെന്ന് പറയാം. എടാ ഒന്നുമില്ലല്ലോ, അവൻ നമ്മളെ പോലെ ഒരുത്തനല്ലടാ. അവനില്ലടാ അച്ഛനും അമ്മയൊക്കെ. എന്നും പറഞ്ഞ് നമ്മളാരും വെള്ളച്ചാട്ടത്തിൽ പോയില്ലോ? പോയോ? ഇല്ല.
എടാ അത് ഞങ്ങൾക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് നിനക്ക് നാളെ പണിയുള്ളതുകൊണ്ടോ ഇല്ലെങ്കിൽ ചാവോ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് നീയോ ഞാനോ വല്ലോ ആയിരുന്നു. അത് പോയിന്റ്. ഓ പിന്നെ അങ്ങനെ ചെള്ളൈസ് ചെയ്യല്ലേ. നിന്നെ ഇവിടെ ആരും കൂട്ടിയിട്ടില്ലടാ. ആ ഇത് നമ്മുടെ കാര്യം വരുമ്പോ അങ്ങനെയാണല്ലോ. അയ്യോ എടാ ക്രിസ്റ്റി, നീ പിന്നെന്താ പറയുന്നത്? അവൻ മഴയായിട്ട് പോയത് മണ്ടത്തരം. പിന്നെ മഴ വരുമ്പോൾ വെള്ളം പൊങ്ങുന്നുള്ള കാര്യം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. മിക്കവാറും ആരെങ്കിലും ഷോ കാണിക്കാൻ ഇറങ്ങിയതായിരിക്കും. എടാ നിങ്ങൾക്ക് കാരണം അറിഞ്ഞൂടാ. കാരണം അറിയാതെ ചുമ്മാ അതും ഇതും പറഞ്ഞുണ്ടാക്കരുത്. ദേവാ നീ ഇവന് കൂട്ടിയിരിക്കരുത്. അളിയാ, ഞാൻ എന്നും ശരിയുടെ ഭാഗത്താണ്. ഊള. എടാ സിദ്ധ, എടാ നിനക്കൊന്നും പറയാനില്ലടാ ഇതൊക്കെ കേട്ടിട്ട്. എടാ ഒരു കാരണമില്ലാതൊന്നും സംഭവിക്കില്ലടാ. ചോദ്യം ചെയ്യണ്ട, വിശ്വസിക്കുക. നടക്കേണ്ടതേ നടക്കൂ. അതിന്റെ നാഷണൽ ഫോക്കസ്